ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ? വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നല്ല ക്രിഞ്ചി ആയിട്ട് കറുമുറാന്ന് നമുക്ക് കടിച്ച് തിന്നാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇന്ന് എന്തായിരിക്കും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, പെട്ടെന്ന് ഇത് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ബ്രെഡ് ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. വെറും 2 ബ്രെഡ് മാത്രം മതി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു തക്കാളിയായിരുന്നു എടുത്തിരുന്നത് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ, വലുതാണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. ഇതെല്ലാം നമ്മളൊന്ന് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം. 2 ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഉഴുന്നുപരിപ്പുണ്ടല്ലോ, അതൊന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരും. അതുപോലെ തന്നെ നമ്മുടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റ് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മളിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സവാള കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം, ഒത്തിരി അങ്ങ് വലുതാക്കാതെ. പിന്നെ സവാള അങ്ങ് ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അതല്ലാതെ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തക്കാളിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളിക്കയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ആ ഒരു പുറത്തെ ആ തോട് പോലത്തെ ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം മതി. ആ ഉള്ളിലെ കുരുവൊക്കെ അങ്ങ് മാറ്റി അതുകൂടെയൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങ് വെള്ളം പോലെ അങ്ങ് വല്ലാതെ അങ്ങ് വഴണ്ടു പോകും. നമുക്ക് അങ്ങനെ വേണ്ട, നല്ല ക്രഞ്ചി ആയിട്ടല്ലേ ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സമയത്ത് ഒരു നുള്ളും മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, രണ്ടും കൂടി ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിളക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പൊടിഞ്ഞു പോകാതെ നല്ല അതായത് ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടണമെങ്കിൽ വളരെ പതിയെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ പതിയെയാണ് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഒരല്പം സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പതിയെ തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഒട്ടും പൊടിഞ്ഞു പോകാതെ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ പൊടിഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഒരുപാട് പ്രയാസമൊന്നുമില്ല കേട്ടോ. 5 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും 5 മിനിറ്റ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഈസി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതല്ല കുറച്ച് സമയം കഴിയുമ്പോഴുണ്ടല്ലോ ഇതങ്ങ് തണുത്തു പോകും. അപ്പോൾ ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് മഹാരാഷ്ട്രക്കാരുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.